പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ അടിക്കാറുണ്ട്. അടിക്കുന്നത് എത്രമാത്രം നമുക്ക് ഇഫക്റ്റീവാക്കി മാറ്റാം, എത്രമാത്രം ഇഫക്റ്റായിട്ട് ഒരടിക്ക് ഒരാൾ താഴെ പോകാൻ സാധ്യതയുള്ള പോയിന്റുകൾ ഏതൊക്കെയാണ്, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു അറ്റാക്ക് വരുന്ന സമയത്തൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇതൊരുപാട് നിങ്ങൾക്ക് ഉപകരിക്കും. നേരെ വീഡിയോയിലേക്ക്. ഒരടി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അപകടകരമായി അടിക്കാൻ പറ്റുന്ന കുറച്ചേറെ ഏരിയാസാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഏരിയ, ഒരടി വരുന്നു, നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ കൈകളിങ്ങനെ പൊത്തിപ്പിടിക്കുമ്പോൾ ഇവിടെ ഒരു പിരമിഡ് ഷേപ്പ് രൂപപ്പെടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പിരമിഡ് ഷേപ്പ് വെച്ചിട്ട് ആളിൻ്റെ മുഖത്തിൻ്റെ ഇത്ര ഏരിയ അത് ഇങ്ങനെ കൂട്ടി വെച്ചടിക്കും. അപ്പം നമ്മുടെ കൈയുടെ ഈ ഭാഗം ഇവിടെ വരണം, അത് ചുണ്ടോട് കൂടി ചേർന്നിങ്ങനെ വരണം. ഈ ഭാഗം ഇവിടെ വരണം. ഇങ്ങനെ ഒരൊറ്റ അടി അടിച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, വളരെ ക്ലിയറായിട്ട് ആളെ സ്പോട്ടിൽ താഴും. ഇതാണ് പ്രത്യേകതയുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ പാലം കണ്ടോ, ഇത് ഭയങ്കര സോഫ്റ്റാണ്, പെട്ടെന്ന് ഒടിയാൻ ചാൻസ് ഉണ്ട്. ഒന്ന്. രണ്ടാമത് ഈ ഭാഗം കണ്ടോ, ഇതൊരു സെറ്റ് പല്ലാണെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് അകത്തോട്ട് കയറിപ്പോവും. ആ സമയത്ത് ഇവിടം താഴോട്ട് പോകുന്നത് കൊണ്ട് ഒറ്റ അടിക്ക് ആൾ താഴും. അപ്പം അതൊരു പഞ്ചാണേലും നല്ലതാണ്, അടിയാണ്. നമ്മൾ കുറച്ചുകൂടി എളുപ്പം പഞ്ചിനേക്കാളും നല്ലത് അടിയായിരിക്കും, ഏക്കും. അത് ഒറ്റ കൈക്കും ചെയ്യാം, രണ്ട് കൈ കൊണ്ട് ചെയ്യാം. അത് ഞാൻ ചെയ്ത് കാണിക്കാം. അടിച്ച് ഇതാണ് ഒന്നാമത്തെ അടി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അടി നമ്മൾ തട്ടിയിട്ട് ഇങ്ങനെയും ചെയ്യാം. ഇത് രണ്ടും അപകടം പിടിച്ച കുറച്ചേറെ കാര്യങ്ങളാണ്. ഇതാണ് ഒന്നാമത്തേത്. ഓക്കെ, ഇനിയുള്ളത് രണ്ടാമത്തേതാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏരിയ കണ്ട, ഈ ഏരിയ ഇതിൽ ഈ ഒരു ജോയുടെ ഈ ഭാഗത്ത്, ഈ ജോ ലൈന് താഴെ ഈ ഭാഗത്ത് മെയിൻ നെർവ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ കടന്നു പോകുന്ന നെർവിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ അടിക്കുക. അപ്പോൾ അത് കാണിച്ചു തരാം. അടിക്കുന്നുണ്ട്, ഇവിടെ കൈ വന്ന് നിൽക്കുന്നത് നോക്കണം. ഇവിടെ കൊള്ളുന്നില്ല, ഈ ഭാഗം താഴെയാണ് വെക്കുക. അപ്പോൾ ഇങ്ങനെ അടി വന്നു കഴിഞ്ഞാൽ മെയിൻ നെർവ്, നിങ്ങൾ ഓർക്കേണ്ടത് ഇത് പ്രധാനപ്പെട്ട ബ്രെയിനിൻ്റെ പോർഷനാണ്. അപ്പം ഇങ്ങോട്ട് പോകുന്ന എല്ലാ നാഡികളും എങ്ങോട്ട് പോകണം, ഞരമ്പുകളെല്ലാം തന്നെ നമ്മൾ ഇങ്ങോട്ടാണ് പോണത്. അപ്പം അതിനെ കംപ്ലീറ്റ് ആയിട്ട് വീക്കാക്കുന്ന പരിപാടിയാണ് ഇത്. അപ്പോൾ ഒറ്റ അടിക്ക് താഴെ പോകാൻ ഇത് ധാരാളം മതിയാവും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനി പറയുന്നത്. തലയുടെ പുറകുവശം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് അവിടെയാണ്, പ്രധാനപ്പെട്ട മർമ്മങ്ങൾ ഇരിക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ചിന്തിക്കേണ്ട, ആൾക്ക് ഭയങ്കരമായ അപകടം ഉണ്ടാവും. അപ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ, അടി വരുന്ന സമയത്ത് തട്ടിയതിന് ശേഷം പെടലിങ്ങനെ പുറകോട്ട് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണം അറ്റാക്ക് ചെയ്യാം. ഇത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഒന്ന്. നമ്പർ 2, അടി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കയറി പിടിച്ചിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്താലും അതിഭീകരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളവയാണ്. ഇതാണ് അടുത്തത്. നെക്സ്റ്റ്, ഇനിയുള്ളത്, നമ്മൾ കൈകൊണ്ട് വെട്ടുന്ന സമയത്ത് ഈ പോയിന്റ്, നമ്മുടെ ചെവിയുടെ ഈ ഒരു ഭാഗം, ചെവിക്ക് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരൊറ്റ വെട്ടിയാൽ തീർച്ചയായിട്ടും വ്യക്തി ബോധം കെടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമ്മളൊരു അടി വരുന്ന സമയത്ത് നമ്മൾ നേരെ കയറിയിട്ട് കൃത്യം ഇങ്ങനെ വെട്ടിയാൽ അത് ബോധം കെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതെല്ലാം അപകടങ്ങൾ കൂടുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു അപകടം ഉണ്ടാക്കണ്ട, പെട്ടെന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി ഒരാളിൽ നിന്ന്. ഇതും ശ്രദ്ധിക്കേണ്ടത്, ഒരു പരിധി കഴിഞ്ഞാൽ അപകടമാണ്, എന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്നൊരു അറ്റാക്ക് വരുന്നു, ആൾക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത വിധത്തിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ട, കൈകൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെയല്ല ഇങ്ങനെ പിടിക്കുക. അടി വരുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചെയ്യുക. വ്യക്തമായി മനസ്സിലായി? ഇവിടെ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലേ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ. നല്ല അറ്റാക്ക് ആണെങ്കിൽ അയാൾക്ക് വലിയ അപകടം ഉണ്ടാവില്ല, പക്ഷെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു പോരാം. എന്ന് വെച്ചാൽ കേസും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഇത് ആയം കൂടിയാൽ അത് അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള പോയിന്റുകളാണ് ഫേസിൽ മാത്രമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അങ്ങനെ താഴേക്കുള്ള ഓരോ പോയിന്റ്, ഇതിലെല്ലാം മർമ്മങ്ങളുണ്ട്. കാരണം മർമ്മങ്ങൾ വിശദമായി നമ്മൾ ഇനിയുമുള്ള വീഡിയോകളിൽ വരുന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇതിനകത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.